പഠനം ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ്. ജവഹർലാൽ നെഹ്റു പറയുന്നു, എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ് ഇങ്ങനെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കഥ പറയാം. ഒരിടത്ത് ഒരു മരക്കച്ചവടക്കാരൻ ഒരു മരം വെട്ടുകാരന് ജോലി കൊടുത്തു. അയാൾ ആദ്യത്തെ ദിവസം വലിയ ഉത്സാഹത്തോടെ പോയി മരം വെട്ടി 20 മരങ്ങൾ മുറിച്ചിട്ടു. രണ്ടാമത്തെ ദിവസം അത് 15ആയി ചുരുങ്ങി. മൂന്നാമത്തെ ദിവസമോ അത് 10ആയി ചുരുങ്ങി. ഇത് നിരീക്ഷിച്ച ആ മരക്കച്ചവടക്കാരൻ ആ മരം വെട്ടുകാരനോട് പറഞ്ഞു, നിങ്ങളുടെ കോടാലിയുടെ മൂർച്ച കൂട്ടൂ. അപ്പോൾ നിങ്ങൾക്ക് പഴയ രീതിയിൽ 20 എണ്ണം തന്നെ മുറിക്കാൻ കഴിയും. അപ്പോൾ ആ മരം വെട്ടുകാരൻ പറഞ്ഞു, മൂർച്ച കൂട്ടാനോ? എനിക്കതിന് എവിടാണ് നേരം? ഞാൻ മുഴുവൻ സമയവും പണിയുകയാണ്. അപ്പൊ തൻ്റെ ആയുധത്തിന്റെ മൂർച്ച കൂട്ടാതെ മുഴുവൻ സമയവും പണിതാൽ അതിന്റെ റിസൾട്ട് എത്രയാണ്? താഴേക്കാണ് വരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന്റെ അറിവുകളുടെ, കഴിവുകളുടെ, നമ്മുടെ ശേഷികളുടെ മൂർച്ച കൂട്ടാൻ നാം സമയം കണ്ടെത്താറുണ്ടോ? സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് പുറകോട്ടേക്കായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നാം മനസ്സിലാക്കുക, ഞാൻ എൻ്റെ അറിവുകളുടെയും കഴിവുകളുടെയും ശേഷികളുടെയും മൂർച്ച കൂട്ടാൻ ജീവിത വ്യഗ്രതയ്ക്കിടയിൽ മറന്നുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കൗമാരക്കാരായ കുട്ടികളെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പഠന പ്രവർത്തനങ്ങളിലും അവരുടെ കൗമാര കാലഘട്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചും ലളിതമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, ചെപ്പ്. കോപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.